നമുക്കിന്ന് ഈ കാർഡ്ബോർഡ് പെട്ടി കൊണ്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അളവുകളിൽ ഈ കാർഡ്ബോർഡ് പെട്ടികൾ നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതിൽ കാണിച്ചിരിക്കുന്ന സൈസിൽ മടക്കുകൾ ഉണ്ടാക്കുക. നമുക്കിനി മടക്കുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പീസും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മേൽക്കൂരയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറൊരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിലത്തെ വോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് വേറെ കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, നീളത്തിൽ കട്ട് ചെയ്യുക, അത് ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് പെട്ടിയുടെ വോൾസിലൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പഴയ കാലത്തൊക്കെ വീടിൻ്റെയൊക്കെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത്. നമ്മൾ ബാക്കിലത്തെ വോൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫെവിക്കോളും. പിന്നെ ഈ B7000 ഗ്ലൂവും നല്ലതാണ്, അധികം റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. ഇനി നമുക്കിത് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. ഞാൻ ഇതിലേക്ക് ബ്രൗൺ കളറാണ് അടിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു മെറ്റാലിക് ബ്രൗണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ ബ്രൗൺ ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ക്രിസ്മസിൻ്റെ തലേന്ന് ഇടാം കേട്ടോ. ഇപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം സെറ്റ് ചെയ്തിട്ടിടാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒരു ലൈക്ക് കൂടി ചെയ്തിട്ട് പോണേ.